കോട്ടയം CMS കോളേജ് യൂണിയൻ KSUവിന് 32 വർഷത്തിന് ശേഷമാണ് CMSൽ യൂണിയൻ ഭരണം KSU നേടുന്നത്. ഇന്നലെ നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടതാണ്, വലിയ സംഘർഷമാണ് കോളേജ് ക്യാമ്പസിൽ അരങ്ങേറിയത്. വലിയ കാലയളവിന് ശേഷം KSU ഇപ്പോൾ ഭരണത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഒരൊറ്റ സീറ്റ് മാത്രം SFIക്ക്, ബാക്കി KSU മുഴുവൻ സീറ്റും കരസ്ഥമാക്കി വലിയ വിജയത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ SFI ഇന്നലെ തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. അവരെന്താണ് അവരുടെ തുടർ നീക്കങ്ങൾ? അവർ ഈ വിജയം അംഗീകരിക്കുന്നുണ്ടോ? അനുജ, തീർച്ചയായിട്ടും വലിയൊരു വിജയം KSUവിന് നേടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ ഇന്നലെ MG യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നടന്ന കോളേജുകളിൽ വലിയ ഒരു മുന്നേറ്റം KSUവിന് ഉണ്ടാക്കാൻ സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ് കോട്ടയം CMS കോളേജ്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പതിറ്റാണ്ടിലധികമായിട്ട് SFIയുടെ കരുത്ത് തെളിയിച്ചുകൊണ്ടിരുന്ന ഒരു കോളേജാണ്. അവിടെയാണ് SFIക്ക് വലിയൊരു നഷ്ടമുണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ KSUവിന് വലിയ മുന്നേറ്റവും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മത്സരം നടന്ന 15 സീറ്റുകളിൽ 14 സീറ്റുകളും KSUവിന് നേടാൻ സാധിച്ചു. ഒരു ഫസ്റ്റ് DC റെപ്പ് മാത്രമാണ് SFIക്ക് നേടാനായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്, അതായത് ക്ലാസ് റെപ്രസെന്റേറ്റീവുമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ അതിൽ അട്ടിമറി ഉണ്ടെന്നുള്ള ഒരു ആക്ഷേപവുമായി SFI പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു. കോളേജ് മാനേജ്മെന്റ് KSU പ്രവർത്തകർക്ക് കൂട്ടുനിന്ന് 32 വർഷത്തിന് ശേഷം CMSൽ KSU ഭരണം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ടോബിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.